Good morning. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് മെഡിക്കൽ ഗ്യാസസ് അതിൽ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞായിരുന്നു അല്ലേ? മെഡിക്കൽ എയറും പറഞ്ഞു, ഓക്സിജനും. ഓക്സിജൻ വരെയല്ലേ നമ്മൾ പറഞ്ഞത്? നെക്സ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തുടങ്ങിയുള്ളൂ എന്ന് തോന്നുന്നു അല്ലെ? രണ്ടെണ്ണം കംപ്ലീറ്റ് ആക്കിയില്ലേ? മെഡിക്കൽ എയറും ഓക്സിജനും. ഓക്കെ, അപ്പൊ അതിനകത്ത് ഓരോന്നിന്റെയും കളർ കോഡുകൾ പഠിക്കണം. അതിന്റെ ഓരോ ഗ്യാസിന്റെയും കളർ കോഡുകൾ ഏതാണെന്ന് പഠിക്കണം. അത് ഇത് കഴിയുമ്പോൾ ഒറ്റ ടേബിളിൽ ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി. മെഡിക്കൽ എയറിൽ നമ്മൾ പറഞ്ഞു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണെന്ന് പറഞ്ഞു. ഓക്സിജന്റെ കളർ കോഡ് ഏതായിരുന്നു? വൈറ്റ് ആണ്. അപ്പൊ ആ വൈറ്റ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിലറിയാം എന്താണ് ആദ്യം കൂടെ പോകുന്ന ഗ്യാസ് ഓക്സിജൻ ആണെന്ന്. ആ സിലിണ്ടറിന്റെ കളർ കോഡാണ് ഈ പറയുന്നത് കേട്ടോ. ഓക്സിജൻ കൊണ്ടുപോകുന്നതൊക്കെ ഏതാണ്? വൈറ്റ് കളറിലായിരിക്കും. ഓക്കെ, കളർ കോഡ് ഓക്സിജന്റെ കളർ കോഡ് വൈറ്റ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഓക്സിജൻ അതിനകത്ത് ഓരോന്നും നമ്മൾ ചോദിക്കും കേട്ടോ. വിച്ച് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ റിസസിറ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പി? ശ്വസന സംബന്ധമായിട്ടുള്ള എല്ലാ ഇതിനും നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്സിജൻ ആണ്. വെന്റിലേറ്ററിലും ഒക്കെ നമ്മൾ ഓക്സിജൻ ഗ്യാസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒപ്പം തന്നെ യൂസ്ഡ് ഫോർ മെഡിക്കൽ കണ്ടീഷൻ ഏതൊക്കെയാണ്? COPD, സൈനോസിസ്, ഷോക്ക്, സിവിയർ ഹെമറേജ്, കാർബൺ മോണോക്സൈഡ്, പോയിസണിങ്, ട്രോമ, cardiovascular and respiratory arrest, resuscitation and life support. ഇത്രയും മെഡിക്കൽ കണ്ടീഷനുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇന്ന് നോക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. മൂന്നാമത്തെയാണ് കേട്ടോ കാർബൺ ഡൈ ഓക്സൈഡ്. ഇത്രയൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ളത്? ഓക്കെ, വായിച്ചു നോക്കിയോ? ആരും വായിച്ചില്ലേ? യെസ്, രമ്യ പറ്റിട്ടുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ മെഡിക്കൽ ഗ്യാസ് ആണ് നമ്മൾ പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് യൂസ്ഡ് ഫോർ ഇൻസഫലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ്. ഇൻസഫലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഊതി വീർപ്പിക്കാൻ. അതായത് നമ്മുടെ വയറിലൊക്കെ എന്തെങ്കിലും ഇവിടെ പറയുന്നുണ്ട് ലാപ്രോസ്കോപ്പി ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താ അതായത് വയർ ഇങ്ങനെ വീർപ്പിച്ച് നിർത്തണം. അത് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. നമ്മൾ വയറ് വീർപ്പിച്ച് നിർത്തിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ ആ വയറൊക്കെ ഇങ്ങനെ വീർപ്പിച്ച് നിർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈസ് യൂസ്ഡ് ഫോർ ഇൻസഫലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ്. ഊതി വീർപ്പിക്കുക അതാണ് ഇൻസഫലേറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ ലെസ് ഇൻവാസീവ് സർജറി, ആക്രമണാത്മകമല്ലാത്തതായി കുറഞ്ഞ ആക്രമണാത്മകമായ അധികം കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത അതാണ് ലെസ് ഇൻവാസീവ്. ആക്രമണാത്മകമല്ലാത്ത അല്ലെങ്കിൽ കുറഞ്ഞ സർജറികള് ഏതൊക്കെയാ? ലൈക്ക് ലാപ്രോസ്കോപ്പി. അത് ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ? ആ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു. ലാപ്രോസ്കോപ്പി LAP ആണ് കേട്ടോ. LAPAROSCOPY. ലാപ്രോസ്കോപ്പി. രണ്ടാമത്തെ ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി ആൻഡ് ക്രയോതെറാപ്പി. നോക്കിയേ, അപ്പൊ അങ്ങനെ അധികം ആക്രമണാത്മകമല്ലാത്ത സർജറികള് അതിനകത്ത് ഫസ്റ്റ് ആണ് ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത്. ലാപ്രോസ്കോപ്പി എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ? നമ്മുടെ അബ്ഡോമൻ, വയറ് അല്ലെങ്കിൽ പെൽവിക്, ഇടുപ്പില് അവിടെയൊക്കെ ഒരു ചെറിയ മുറിവുണ്ടാക്കി അതിലൂടെ ചെയ്യുന്ന ഒരു സർജറിയാണ് ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത്. ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ ലാപ്രോസ്കോപ്പി? ഈ കുട്ടികളൊക്കെ പ്രഗ്നന്റ് ആവാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെ ലാപ്രോസ്കോപ്പി ചെയ്യാറുണ്ട്. നമ്മുടെ വയറോ അല്ലെങ്കിൽ ഇടുപ്പിലോ പെൽവിക്കിലോ ഒക്കെ ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ ചെയ്യുന്ന ഒരു സർജറി, മുറിവുണ്ടാക്കി ചെയ്യുന്ന സർജറിയാണ് ലാപ്രോസ്കോപ്പി. അവിടെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും വിച്ച് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ലാപ്രോസ്കോപ്പി. ഏത് മെഡിക്കൽ ഗ്യാസ് അവിടെ ലാപ്രോസ്കോപ്പി ട്രീറ്റ്മെന്റ് അതിന് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ്. രണ്ടാമത്തെയാണ് ആർത്രോസ്കോപ്പി. കേട്ടിട്ടുണ്ടോ? ആർത്രോസ്കോപ്പി എന്ന് പറയുന്നത് അതായത് ഈസ് എ പ്രൊസീജിയർ for diagnosing and treating joint problem.
ജോയിന്റ് പ്രശ്നങ്ങൾക്കൊക്കെ അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്യാനും രോഗം നിർണ്ണയിക്കാനും അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ ഉള്ള അതിന് ആർത്രോസ്കോപ്പി അതിന്റെ ഒരു പ്രൊസീജിയർ ആണ് ആർത്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഇസ് എ പ്രൊസീജിയർ ഫോർ ഡയഗ്നോസിങ് ആൻഡ് ട്രീറ്റിംഗ് ജോയിന്റ് പ്രോബ്ലം. ജോയിന്റ് പ്രശ്നങ്ങൾ അത് ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ആർത്രോസ്കോപ്പി. ആർത്രോസ്കോപ്പിക്കും ചെയ്യാനും ആ സർജറിയിലും ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. എൻഡോസ്കോപ്പി എന്താ? നമ്മുടെ വായ്ക്കട ഇങ്ങനെ ട്യൂബ് അകത്തേക്ക് ഇട്ട് ബോഡിയുടെ ഉള്ളിലേക്ക് ഇട്ട് ബോഡിയുടെ ഭാഗങ്ങളൊക്കെ നോക്കുന്നത്. ഇതാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. എൻഡോസ്കോപ്പി അതിന് എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എൻഡോസ്കോപ്പ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേരാം കേട്ടോ. എൻഡോസ്കോപ്പ്. Okay. And next നോക്കിയേ, ക്രയോതെറാപ്പി. ക്രയോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഈ നമ്മള് എക്സ്ട്രീം കോൾഡ്, നമ്മള് ഭയങ്കര കോൾഡ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മുടെ ഈ അബ്നോർമൽ ആയിട്ടുള്ള ടിഷ്യൂസിൽ, ഇപ്പൊ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അബ്നോർമൽ ടിഷ്യൂനെ റിമൂവ് ചെയ്യാണ്. എങ്ങനെയാ? എക്സ്ട്രീം കോൾഡ് ഉപയോഗിച്ചിട്ട്. അതാണ് ക്രയോതെറാപ്പി എന്ന് പറയുന്നത്. എക്സ്ട്രീം കോൾഡ് to freeze and remove abnormal tissues. ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നോട്ടായിട്ടൊന്നും എഴുതണമെന്നില്ല. അപ്പൊ ഇതിനകത്ത് ഓരോന്നും തന്നിട്ട് ആ പ്രൊസീജിയർ തന്നിട്ട് നമ്മൾ എന്താ പറയാ, അത് ഏത് ഗ്യാസ് ആണ് അവിടെ ഉപയോഗിക്കുക എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ അത് 4 നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി ആൻഡ് ക്രയോതെറാപ്പി. ഇത് ഓരോന്നും എടുത്ത് ചോദിക്കാം. ക്ലിയർ ആയോ? വിച്ച് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ എൻഡോസ്കോപ്പി? വിച്ച് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ആർത്രോസ്കോപ്പി? വിച്ച് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ക്രയോതെറാപ്പി? അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പൊ 4 അണ്ടർലൈൻ ചെയ്തിടാം. അതിനെല്ലാം ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നോക്കിയേ, അതിന്റെ ഒപ്പം തന്നെ ആസ് വെൽ ആസ് ഫോർ റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ അനസ്തേഷ്യ. നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത്, ഡ്യൂറിങ് അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് ആൻഡ് ആഫ്റ്റർ അനസ്തേഷ്യക്ക് ശേഷമൊക്കെ ഒരു റെസ്പിറേറ്ററി സ്റ്റിമുലേഷന്, ഒരു ശ്വസന ഉത്തേജനത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഗ്യാസും കൂടിയാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, റെസ്പിറേറ്ററി സ്റ്റിമുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് എപ്പോഴാണ്? അനസ്തേഷ്യ സമയത്തും അനസ്തേഷ്യക്ക് ശേഷം. അതായത് നമ്മുടെ ബ്രീത്തിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അനസ്തേഷ്യ ഒക്കെ കൊടുക്കുന്ന സമയത്തും അനസ്തേഷ്യ ഒക്കെ ചെയ്തതിന് ശേഷമൊക്കെ നമ്മുടെ ആ ബ്രീത്തിങ് നോർമൽ ആവണല്ലോ. അപ്പൊ ബ്രീത്തിങ് ഇംപ്രൂവ് ചെയ്യാൻ, ഇൻക്രീസ് ഓർ ഇംപ്രൂവിങ് ദ ബ്രീത്തിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റെസ്പിറേറ്ററി സ്റ്റിമുലേഷനും കൊടുക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ അനസ്തേഷ്യ, അതും കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് ആണെന്ന് പറഞ്ഞു. പിന്നെ ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ക്രയോതെറാപ്പി തുടങ്ങിയ സർജറികളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ദെൻ അനസ്തേഷ്യ കൊടുക്കുമ്പോഴും അനസ്തേഷ്യക്ക് ശേഷവും ഒരു റെസ്പിറേറ്ററി സ്റ്റിമുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ആണെന്ന് പറഞ്ഞു. ഇനി നോക്കിയേ ലാസ്റ്റ് സെന്റൻസ്. കാർബൺ ഡൈ ഓക്സൈഡ് മേ ബി പൈപ്ഡ് ഇൻ ലാർജ് ഹോസ്പിറ്റൽസ് ബട്ട് മോർ ലൈക്ലി കംസ് ഫ്രം ടാങ്ക്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ പൈപ്പിൽ കൂടിയാണ്, വലിയ വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ എങ്ങനെയാണ്? പൈപ്പിൽ കൂടിയാണ്. ഇതിപ്പോ നമ്മള് നേരെ ആ സിലിണ്ടർ അങ്ങനെ വെക്കുകയല്ല, ഇതൊരു മൊത്തം പൈപ്പ് ലൈൻ സിസ്റ്റം ആണ്. അപ്പൊ പൈപ്പിൽ കൂടിയാണ് ഈ ഗ്യാസ് ഹോസ്പിറ്റലില് ഇങ്ങനെ ഇതാകുന്നത്, കൊടുക്കുന്നത്. Carbon dioxide may be piped in large hospital, but എന്നാൽ more likely comes from tank. എന്നാൽ അത് ഇവിടെ ഒരു വലിയൊരു ടാങ്കിൽ നിന്ന് നമ്മൾ പൈപ്പ് ലൈനിൽ കൂടിയാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ ആ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കി വെക്കാം. ഇനി അടുത്ത ഗ്യാസ് ആണ് നൈട്രജൻ എന്ന് പറയുന്നത്. നൈട്രജൻ ഗ്യാസ്. Nitrogen is a medical gas used for cryosurgery. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ആ ക്രയോതെറാപ്പിയും ക്രയോ സർജറി മാറിപ്പോയിട്ട് ക്രയോതെറാപ്പിക്ക് യൂസ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ,
ഇനി നോക്കിയേ, രണ്ടാമത്തെ നോക്കിയേ, നൈട്രജൻ എന്ന് പറഞ്ഞ ഗ്യാസ്, മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ക്രയോ സർജറി. ക്രയോ സർജറി എന്ന് പറഞ്ഞ എന്താ, രണ്ടും സെയിം പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ. ക്രയോതെറാപ്പി, ക്രയോ സർജറി രണ്ടും സെയിം പ്രൊസീജിയർ ആണ്. അതായത് എക്സ്ട്രീം കോൾഡ് ഉപയോഗിച്ചിട്ട് കൊണ്ട് തന്നെ ആ ക്യാൻസർ ഉണ്ടാകുന്ന കോശങ്ങളെ നശിപ്പിക്കുക ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള ടിഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റിമൂവ് ചെയ്യുന്നു. അപ്പൊ അതിനുള്ള ഒരു സർജറിയാണ് ക്രയോ സർജറി എന്ന് മനസ്സിലാക്കി വെക്കാം. ക്രയോ സർജറി നമ്മൾ എന്താ, ആൻജിയോപ്ലാസ്റ്റിയും നമ്മൾ ഓപ്പൺ സർജറി ഇല്ലേ, രണ്ടും ഇതാണ്, ബ്ലോക്ക് മാറ്റാനാണ് നമ്മൾ പറഞ്ഞത്. രണ്ട് സർജറി, ഓപ്പൺ സർജറിയും ചെയ്യാം, ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യാം. അതുപോലെ രണ്ടും സെയിം പ്രൊസീജിയർ ആണെങ്കിൽ, പക്ഷെ നമ്മൾ നൈട്രജൻ എന്ന് പറയുന്നത് ക്രയോ സർജറിക്കാണ് ആ ഒരു പ്രൊസീജിയർ. അതിന്റെ സർജറിക്ക് വേണ്ടി, ക്രയോ സർജറിക്ക് ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് നൈട്രജൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട് ആ ഫസ്റ്റ് സെന്റൻസ്, nitrogen is a medical gas used for cryosurgery to remove some cancer and സ്കിൻ ഡിസൻസ്. ഡിസൻസ് എന്ന് പറഞ്ഞാൽ മുറിവുകൾ, സ്കിന്നിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ അബ്നോർമൽ ആയിട്ടുള്ള ടിഷ്യൂസ്, അതൊക്കെ നമുക്ക് ആ സ്കിന്നിൽ തന്നെ ചെറിയ ഇത് എന്താ പറയുക, സർജറി, മുറിവുകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള ടിഷ്യൂ സെൽസ് അതൊക്കെ എന്താ പറയാ, അതൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആൻഡ് ബ്ലഡ് ഇൻ ക്രയോജെനറ്റിക് ടെമ്പറേച്ചർ. ക്രയോജെനറ്റിക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ബിലോ -150 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു -150 താഴെ വരുന്ന ടെമ്പറേച്ചർ ആണ് ക്രയോജെനറ്റിക് ടെമ്പറേച്ചർ. ടു അവോയ്ഡ് ദ ഓക്സിഡേഷൻ ഓഫ് ദ സാമ്പിൾ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അഡീഷൻ ഓഫ് ഓക്സിജൻ, ഓക്സിഡേഷൻ ഓഫ് സാമ്പിൾസ്. അപ്പൊ അങ്ങനെ നമ്മൾ ഇത്രയും മനസ്സിലാക്കി വെക്കാം. എക്സ്ട്രീം കോൾഡ് ഉപയോഗിച്ച് അത് ഫ്രീസ് ചെയ്തുകൊണ്ട് തന്നെ ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളെ അല്ലെങ്കിൽ സ്കിന്നിൽ ഉണ്ടാകുന്ന അബ്നോർമൽ ടിഷ്യൂസിനെയൊക്കെ റിമൂവ് ചെയ്യുന്ന സർജറിയാണ് ക്രയോ സർജറി. അപ്പൊ ക്രയോ സർജറിക്ക് ഉപയോഗിക്കുന്ന ഗ്യാസ് നൈട്രജൻ ആണ്. ഓക്കെ, ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം അതിൽ. ഇനി നോക്കിയേ, ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് പാർട്ട് ഓഫ് മെഡിക്കൽ ഗ്യാസ് മിക്സർ ഫോർ ലങ് ഫങ്ഷൻ ടെസ്റ്റ്. അടുത്ത് അണ്ടർലൈൻ ചെയ്തിട്ടേ, ഇത് നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പരിശോധനകൾ, ലങ് ഫങ്ഷൻ ടെസ്റ്റ്, ലങ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലങ്സിന്റെ പ്രവർത്തനങ്ങൾ ഒക്കെ നോക്കുന്ന ടെസ്റ്റുകളോ, അതായത് ശ്വാസകോശ പ്രവർത്തന പരിശോധനയ്ക്ക് വേണ്ടി ഇത് ഒരു മെഡിക്കൽ ഗ്യാസ് മിക്സറിന്റെ ഭാഗമായിട്ടും ഈ നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കാം. ഇറ്റ് ക്യാൻ also be used as part of medical gas mixer for lung function test. ഇത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ടെസ്റ്റുകൾക്ക് വേണ്ടി, പരിശോധനയ്ക്കായിട്ട് മെഡിക്കൽ ഗ്യാസ് മിക്സറിന്റെ ഒരു ഭാഗമായിട്ടും നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കാം. അടുത്ത നോക്കിയേ, നൈട്രജൻ ആസ് എ ഗ്യാസ് ഈസ് യൂസ്ഡ് ടു പവർ ടൂൾസ് ഇൻ പ്ലേസസ് വെയർ ദേ ഡു നോട്ട് ഹാവ് ഇൻസ്ട്രുമെന്റ് എയർ. ഈ നൈട്രജൻ എന്ന് പറഞ്ഞ ഗ്യാസ് ഇതൊരു പവർ ടൂൾ ആയിട്ടും, എന്നുവെച്ചാൽ ഓരോ എക്യുപ്മെന്റ്സുകളൊക്കെ നമ്മൾ പ്രവർത്തിപ്പിക്കാനുള്ള അതിനുള്ള ഒരു ഊർജം, അതാണ് ആ ഗ്യാസിന്റെ ഫോഴ്സ് കൊണ്ട് അത് പ്രവർത്തിക്കുന്ന രീതി. ഇപ്പൊ വെന്റിലേറ്റർ ഒക്കെ ഇല്ലേ, അതുപോലെ ഒരു പവർ ടൂൾ ആയിട്ട് ഈ നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. Nitrogen gas as a gas is used to power tool in places where they do not have instrument air. Instrument air എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു കംപ്രസ്ഡ് എയർ ആണ് ഇൻസ്ട്രുമെന്റ് എയർ. അതായത് നൈട്രജനും ഓക്സിജനും ഒക്കെ വളരെ കുറഞ്ഞ എമൗണ്ടിൽ ഉള്ള എയർ ആണ് ഇൻസ്ട്രുമെന്റ് എയർ. നൈട്രജന്റെയും ഓക്സിജനും ഒക്കെ വളരെ കുറഞ്ഞ അളവിലുള്ള ഒരു എയർ ആണ് ഇൻസ്ട്രുമെന്റ് എയർ. അപ്പൊ ഇൻസ്ട്രുമെന്റ് എയർ പറ്റാത്ത ആ സ്ഥലങ്ങളിലും പവർ ടൂൾ ആയിട്ടും നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. Nitrogen as a gas is used to power tool in places where they do not have instrument air. Most of the time it comes from multiple of cylinders and is piped at pressure with an alarm system at the source and
ഓൺ ദ യൂസ് സൈറ്റ്. അപ്പൊ മിക്കപ്പോഴും ഇതെങ്ങനെ വരുന്നത്? മൾട്ടിപ്പിൾ ഓഫ് സിലിണ്ടേഴ്സ്, ഒന്നിലധികം സിലിണ്ടറുകളിൽ നിന്നാണ് ഇത് വരുന്നത്, നൈട്രജൻ ഗ്യാസ് വരുന്നത്. മിക്കപ്പോഴും ഇത് ഒന്നിലധികം സിലിണ്ടറുകളിൽ നിന്ന് നമ്മളൊരു ഒരു സോഴ്സിലൂടെ ഒരു യൂസ് സൈറ്റിലേക്ക് എങ്ങനെയാ ആ ഒരു സോഴ്സ്, അതാണ് അതിന്റെ ഉറവിടം, നൈട്രജൻ ഗ്യാസിന്റെ ആ ഒരു സോഴ്സ്, ആ സോഴ്സിലൂടെ നമ്മൾ യൂസ് സൈറ്റിലേക്ക് ഒരു അലാറം സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഒരു വലിയ പ്രഷറിലാണ് ഇത് പൈപ്പ് ചെയ്യപ്പെടുന്നത്, ഇങ്ങോട്ടേക്ക് വരുന്ന ഓരോ യൂസ് സൈറ്റിലേക്കും വരുന്നത്. ഒരു സോഴ്സിൽ നിന്ന് അത് യൂസ് സൈറ്റിലേക്ക് ഒരു അലാറം ഉപയോഗിച്ച് അതൊരു വലിയ ഒരു മർദ്ദത്തില് പൈപ്പ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ആ ഫസ്റ്റത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ക്രയോ സർജറിക്ക് ഉപയോഗിക്കുന്ന ഗ്യാസ് നൈട്രജൻ. പിന്നെ നമ്മൾ പറഞ്ഞു അത് ലങ് ഫങ്ഷൻ ടെസ്റ്റുകൾ, അതിന് വേണ്ടിയിട്ട് നമുക്ക് മെഡിക്കൽ ഗ്യാസ് മിക്സറിന്റെ ഒരു ഭാഗമായിട്ടും ഉപയോഗിക്കാം ഈ നൈട്രജൻ. പിന്നെ പവർ ടൂൾ ആയിട്ട് ഇൻസ്ട്രുമെന്റ്സ് എയർ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഒരു പവർ ടൂൾ ആയിട്ട് ഈ നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കാം. ആ 3 കാര്യങ്ങളും ആ ഒരു പാരഗ്രാഫിൽ നിന്ന് അണ്ടർലൈൻ ചെയ്തിടുക. ഓക്കെ, ആദ്യത്തെ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു ഇത്തിരി ഇത്, അത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം സിമ്പിൾ ആണ്. ആദ്യത്തെ അതിന്റെ ആ ഗ്യാസുകളുടെ ഒരു ഇച്ചിരി അത് മാത്രമേ ഉള്ളൂ ഒരു ഇത്തിരി ബുദ്ധിമുട്ടില്ല, എങ്കിലും നമുക്കൊന്ന് ഇതാവാനുള്ളത് അതിന്റെ ആ കുറച്ച് കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം സിമ്പിൾ ആണ്, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി വരുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, നൈട്രജൻ ആണ് അടുത്ത ഗ്യാസ്, നൈട്രസ് ഓക്സൈഡ്. നമ്മൾ നൈട്രജൻ പറഞ്ഞു, ഈ നൈട്രജന്റെ കളർ കോഡ് എന്ന് പറഞ്ഞ ബ്ലാക്ക് ആണ് കേട്ടോ, ബ്ലാക്ക് ആണ് കളർ കോഡ്. അടുത്തതാണ് നൈട്രസ് ഓക്സൈഡ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഗ്യാസ് ഈസ് നോൺ ആസ് ലാഫിംഗ് ഗ്യാസ്? ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ്. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് ഓക്കെ, നൈട്രസ് ഓക്സൈഡ് ഈസ് എ മെഡിക്കൽ ഗ്യാസ് കോമൺലി നോൺ ആസ് ലാഫിംഗ് ഗ്യാസ്. ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന ഗ്യാസ് ആണ് എന്താണ്? എന്താ വിളിച്ചത്? എന്തെങ്കിലും സംശയം ഉണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രേ ആണ് കേട്ടോ. ലാസ്റ്റ് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ടേബിളിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ്, ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കളർ കോഡ് ഗ്രേ ആണ്, ഗ്രേ. ഓക്കെ, നൈട്രജന്റെ കളർ കോഡ് ബ്ലാക്ക് ആണ്, ബ്ലാക്ക്. അടുത്തത് നൈട്രസ് ഓക്സൈഡ് ആണ് ലൈറ്റ് ബ്ലൂ. ലൈറ്റ് ബ്ലൂ ആണ് കളർ കോഡ്. നൈട്രസ് ഓക്സൈഡിന്റെ കളർ കോഡ് ലൈറ്റ് ബ്ലൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്, ടേബിൾ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ലൈറ്റ് ബ്ലൂ ആണ്. ഓക്കെ, നൈട്രസ് ഓക്സൈഡ് ഈസ് എ മെഡിക്കൽ ഗ്യാസ് കോമൺലി നോൺ ആസ് ലാഫിംഗ് ഗ്യാസ്. ലാഫിംഗ് ഗ്യാസ്, നമുക്ക് ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന, ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന ഗ്യാസ് ആണ് നൈട്രസ് ഓക്സൈഡ്. അണ്ടർലൈൻ ചെയ്തിട്ടോ. This medical gas is used in numerous surgical procedures as both an anesthetic and analgesic. Okay, ഇതെന്ന് പറഞ്ഞാൽ പല മെഡിക്കൽ പ്രൊസീജിയറിലും ഈ ഗ്യാസ് സർജിക്കൽ പ്രൊസീജിയറിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് അനസ്തെറ്റിക് ആയിട്ട്, അനസ്തീഷ്യ ഒക്കെ കൊടുക്കൂലേ, അനസ്തെറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് ഗുഡ്, ഈ നൈട്രസ് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു അനസ്തെറ്റിക് ഏജന്റ് ആണ്. എ വെരി ഗുഡ് അനസ്തെറ്റിക് ഏജന്റ് സർജിക്കൽ പ്രൊസീജിയറിൽ ആസ് ബോത്ത് ആൻ അനസ്തെറ്റിക് ആയിട്ട് ആൻഡ് അനലജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ വേദന ഇല്ലാതാക്കുന്ന മരുന്നുകൾ. ഇപ്പൊ നമുക്ക് ഭയങ്കര വേദനയാണ്, സഹിക്കാൻ പറ്റാത്തതാണെങ്കിൽ നമുക്ക് വേദനയുടെ ആ ഗുളിക തരൂല്ലേ, വേദന ഇല്ലാതാക്കുന്ന മരുന്നുകൾ, അതിനൊക്കെ ആയിട്ട് നമ്മൾ ഈ നൈട്രസ് ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. This medical gas is used in numerous surgical procedures as both an anesthetic and analgesic.
നമുക്ക് അനസ്തെറ്റിക് ഏജന്റ് ആയിട്ടും പിന്നെ വേദന ഇല്ലാത്ത മരുന്നുകൾ അതിനും വേണ്ടിയിട്ട് നൈട്രസ് ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇസ് കോമൺലി നോൺ ആസ് ലാഫിംഗ് ഗ്യാസ്. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ്. അനസ്തെറ്റിക് ആയിട്ടും അനലജിസ്റ്റിക് ആയിട്ടും ഉപയോഗിക്കുന്ന ഗ്യാസ് നൈട്രസ് ഓക്സൈഡ്. ഓക്കെ, കളർ കോഡ് ലൈറ്റ് ബ്ലൂ. അടുത്തതാണ് വാക്വം എന്ന് പറയുന്നത്. വാക്വം കളർ കോഡ് യെല്ലോ ആണ്. യെല്ലോ വാക്വം ഗ്യാസ്, അതിന്റെ കളർ കോഡ്. അപ്പൊ നമുക്ക് ഏതാണ് അതിന്റെ ഉള്ളിൽ കൂടെ പോണ ഗ്യാസ് എന്ന് അറിയണ്ടേ? അതിന് വേണ്ടി ആ സിലിണ്ടേഴ്സിനൊക്കെ ഉള്ള അല്ലെങ്കിൽ പൈപ്പിനൊക്കെ കൊടുക്കുന്ന കളറുകളാണ് കേട്ടോ ഇത്. വാക്വം പോകുന്നത് ഏത് കളറായിരിക്കും? യെല്ലോ കളർ. അപ്പൊ അത് നമുക്ക് കണ്ടറിയാം. യെല്ലോ കണ്ടു കഴിഞ്ഞാൽ അതിന് വാക്വമാണ്. ഓക്കെ, വാക്വം. ഓക്കെ, piped medical surgical vacuum system is used for patient draining. Draining എന്ന് പറഞ്ഞാൽ എന്താ? സക്ക് ചെയ്യാനായിട്ട്, ഊറ്റിയെടുക്കുക എന്നുള്ള മീനിങ് ഡ്രെയിനിങ്. അവിടെ ഉണർത്താൻ അല്ലെങ്കിൽ നമ്മൾ ആ വെള്ളമൊക്കെ വലിച്ചെടുക്കാനായിട്ട്. ആസ്പിരേഷൻ ആൻഡ് സക്ഷൻ, അതായത് സക്ക് ചെയ്തെടുക്കാൻ, വായിൽ നിന്ന് വെള്ളമൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗ്യാസ് ആണ് വാക്വം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഡെന്റലിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, പല്ലൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ ക്ലീൻ ഒക്കെ ചെയ്യാൻ പോവില്ലേ, അപ്പൊ അവിടെ ഉപയോഗിക്കണില്ലേ അവര് വാക്വം. അതായത് നമ്മൾ ആ ഒരു ഗ്യാസ് അതുകൊണ്ടാണ് നമുക്ക് എന്താ പറയാ, നമ്മളിങ്ങനെ അപ്പൊ നമുക്ക് ഇങ്ങനെ വായിൽ ഇങ്ങനെ നിറച്ചും വെള്ളം വന്നോ അല്ലെങ്കിൽ ഇങ്ങനെ തോന്നും അത് ചെയ്യുമ്പോൾ അല്ലെ. ഈ എന്താ ഡെന്റൽ കംപ്രസർ അത് ഇങ്ങനെ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ വായിൽ ഇങ്ങനെ വെള്ളം ചെയ്തിട്ട് പല്ല് ക്ലീൻ ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാം. അപ്പൊ നമുക്ക് ഇങ്ങനെ തുപ്പിക്കളയണമെന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നും. പക്ഷെ എന്താ, അത് സക്ക് ചെയ്തെടുക്കുക. നമ്മുടെ വായിൽ വരുന്ന വെള്ളം അത് സക്ക് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ സക്ഷൻ അല്ലെങ്കിൽ ആസ്പിരേഷൻ ഒക്കെ ആയിട്ട് അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് ഈ വാക്വം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ഒക്കെ ചെയ്യുമ്പോൾ, റൂട്ട് കനാല് സർജറി ഒക്കെ ചെയ്യുമ്പോൾ വായ കുറെ നേരം നമ്മൾ വെറുതെ വായ കുറച്ചു നേരം തുറന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ ഉമിനീര് വരൂലേ. അപ്പൊ നമ്മൾ സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തുപ്പിക്കളയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ സക്ക് ചെയ്ത വലിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് വാക്വം എന്ന് പറയുന്നത്. ദിസ് മീൻസ് ദാറ്റ് മെഡിക്കൽ വാക്വം ഇൻ എ ഹോസ്പിറ്റൽ സപ്പോർട്ട് സക്ഷൻ എക്യുപ്മെന്റ്. അണ്ടർലൈൻ ചെയ്തിട്ടേ, ഫസ്റ്റ് ലൈനും അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. Vacuum system is used for patient draining, aspiration and suction. അതിനകത്ത് ചോദിക്കാം, which medical gas is used for patient draining, aspiration and suction? ഏതാണ്? വാക്വം അല്ലെ. പിന്നെ നോക്കി അടുത്ത സെന്റൻസിൽ എന്താ പറഞ്ഞേ? ദിസ് മീൻസ് ദാറ്റ് മെഡിക്കൽ വാക്വം ഇൻ എ ഹോസ്പിറ്റൽ സപ്പോർട്ട് സക്ഷൻ എക്യുപ്മെന്റ്. സക്ഷൻ എക്യുപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിക്കൽ വാക്വം ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത്. അതാ ഞാൻ പറയാം, ഡെന്റൽ കംപ്രസർ ഇല്ലേ, അപ്പൊ അത് നമ്മളെ ടീത്തൊക്കെ വൃത്തിയാക്കുമ്പോൾ നമ്മുടെ വായിലുള്ള വെള്ളമൊക്കെ സക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. Vacuum will vary across the pipeline but is commonly maintained around -75 kPa. കിലോ പാസ്കൽ എന്നാണ്, കിലോ പാസ്കൽ ആണ്. അതായത് വാക്വം പൈപ്പ് ലൈനിലൂടെ ഉടനീളം വാക്വം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. as commonly maintained, സാധാരണ വാക്വം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏതാണ്? -75 കിലോ പാസ്കൽ. കിലോ പാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യൂണിറ്റ് ഓഫ് പ്രഷർ. പ്രഷർ, അത്രയും പ്രഷറാണോ പറയുന്നത് കേട്ടോ. അത്രയും പ്രഷറിലാണ് സാധാരണ വാക്വം ആ പൈപ്പ് ലൈനിൽ മെയിൻറ്റെയിൻ ചെയ്യണേന്ന്. പക്ഷെ എന്താ പറഞ്ഞ, പൈപ്പ് ലൈനിൽ ഉടനീളം വാക്വം വ്യത്യാസപ്പെടും എങ്കിലും സാധാരണയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രഷർ എന്ന് പറയുന്നത് -75 കിലോ പാസ്കൽ ആണ്. കിലോ പാസ്കൽ. കിലോ പാസ്കൽ യൂണിറ്റ് ഓഫ് പ്രഷർ. പ്രഷറിന്റെ ഒരു യൂണിറ്റ് ആണ് കിലോ പാസ്കൽ എന്ന് പറയുന്നത്. വാക്വം ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞതൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടല്ലേ നിങ്ങള്? ഡ്രെയിനിങ്, ആസ്പിരേഷൻ, സക്ഷൻ അതിനൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസ് വാക്വമാണ്. സക്ഷൻ എക്യുപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് മെഡിക്കൽ വാക്വം എന്ന് പറയുന്നത്. പിന്നെ വാക്വം പൈപ്പ് ലൈനിൽ വ്യത്യാസപ്പെട്ടിരിക്കും. സാധാരണയായിട്ട് അതിന്റെ ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് -75 കിലോ പാസ്കൽ ആയിരിക്കും. ഓക്കെ, ടിബിൻ മാത്രമാണ് ഇതിനകത്ത് ഇപ്പൊ ഞാൻ ക്ലിയർ ആയോന്നൊക്കെ ചോദിച്ചപ്പോ തമ്പ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് എന്താന്ന് എനിക്ക് മനസ്സിലാവുള്ള. പക്ഷെ ഞാൻ ആദ്യം തന്നെ ക്ലാസ്സിൽ ചോദിച്ചിട്ടാ കയറിയത് എങ്ങനെയുണ്ട് കുട്ടികളെന്ന് ചോദിച്ചപ്പോ എല്ലാവരും നല്ല മിടുക്കരാന്ന് എന്നോട് പറഞ്ഞേ.
പക്ഷെ അതിന്റെ ഒരു ഇതൊന്നും കാണുന്നില്ല. നിങ്ങൾ ക്ലാസ്സിൽ എന്താ പറയാ ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്നു അല്ലെ? ഫ്രീ ആയിട്ടിരുന്നേ. ഒരു ജസ്റ്റ് നമുക്കൊന്ന് എന്താ പറയാ നമ്മളിപ്പോ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിലൊക്കെ ജസ്റ്റ് ഒന്ന് തമ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങുകയാണോ എന്ന് ഞാൻ എങ്ങനെ അറിയണേ? എനിക്ക് നിങ്ങൾ അധികം പരിചയമില്ല. ഇനിയിപ്പോ 2-3 ക്ലാസ് ഞാൻ ഉണ്ടാവണം. അപ്പോഴത്തേക്കും നിങ്ങളുടെ ഇത് കഴിയും, ഈ ഒരു ചാപ്റ്റർ കഴിയും. പിന്നെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. എന്താണെന്ന് പ്രശ്നം അത് എനിക്ക് മനസ്സിലാവുള്ളൂ. ഒരാളൊക്കെയാണ് കമ്പി ചെയ്ത് കാണുന്നുള്ളൂ. ഞാൻ അതിന് ചോദിച്ചപ്പോ എല്ലാവരും നല്ല മിടുക്കരാണ്, നല്ല സപ്പോർട്ടീവ് ആണ്, എല്ലാവരും എല്ലാത്തിനും ചോദിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് മറുപടി പറയും, തമ്പിടും എന്നൊക്കെ പറഞ്ഞതാണ്. ഓക്കെ, എല്ലാവരും അവിടെ തന്നെ ഇല്ലേ ക്ലാസ്സില്? അത് പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവണല്ലേ? ഫോളോ ചെയ്യാൻ പറ്റുള്ളേ? ഓക്കെ ഓക്കെ. അപ്പൊ വാക്കമാണ് നമ്മൾ പറഞ്ഞു കേട്ടോ. ഇനി ലാസ്റ്റ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞ കംപ്രസ്ഡ് എയർ ആണ്. കംപ്രസ്ഡ് എയർ, കംപ്രസ്ഡ് എയർ, കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷ മർദ്ദത്തെക്കാളും സാന്ദ്രത വരുത്തപ്പെട്ട വായുവാണ് കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത്. കംപ്രസ്ഡ് എയർ അന്തരീക്ഷ മർദ്ദത്തെക്കാളും സാന്ദ്രത വരുത്തപ്പെട്ട വായുവാണ്. ഇത് പ്രധാനമായിട്ടും ക്ലീനിങ് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. അത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ക്ലീനിങ് പർപ്പസിനാണ് ഈ കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നത്. അതായത് ആ എയറിന്റെ ഫോഴ്സ് കൊണ്ട് ക്ലീൻ ഒക്കെ ചെയ്യാനായിട്ട്. കംപ്രസ്ഡ് എയർ ക്ലീനിങ് പർപ്പസിനായിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് കംപ്രസ്ഡ് എയർ ആണ്. Compressed air used for both medical and non-medical purposes. മെഡിക്കൽ ആയിട്ടുള്ള കാര്യത്തിനും നോൺ മെഡിക്കൽ പർപ്പസുകളും അപ്പൊ ക്ലീൻ ചെയ്യാന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെ ക്ലീനിങ് പർപ്പസിനും മെഡിക്കൽ ആയിട്ടുള്ളതിനും നമ്മൾ കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നുണ്ട്. ദിസ് മെഡിക്കൽ ദ മെഡിക്കൽ യൂസ് ഇൻക്ലൂഡ്സ്. അപ്പൊ മെഡിക്കലും ഇതിനകത്ത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഏതാണ് ലബോറട്ടറി വർക്ക്, ലാബിലൊക്കെ നമ്മള് ക്രൊമാറ്റോഗ്രാഫി ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഓരോ മിക്സേഴ്സിനെയൊക്കെ വേർതിരിക്കൂലേ, ഒരു മിശ്രിതത്തിലുള്ള ഈ ഘടകങ്ങളെയൊക്കെ ഘടകങ്ങളുടെ അനുപാതം കണക്കാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ക്രൊമാറ്റോഗ്രാഫി. അപ്പൊ അങ്ങനെ ലബോറട്ടറി വർക്കുകളില് ഇൻഹലേഷൻ തെറാപ്പി, ശ്വസന സംബന്ധമായിട്ടുള്ള തെറാപ്പി, അതിൽ ഇൻഹലേഷൻ തെറാപ്പിക്ക് ആൻഡ് പവറിംഗ് ഓഫ് സർജിക്കൽ ടൂൾസ്, സർജിക്കൽ ടൂൾസുകൾ പ്രവർത്തിപ്പിക്കാനും നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനെ ഡെന്റൽ കംപ്രസർ ഒക്കെ പോലെ, അത് വേണമെങ്കിൽ ഇതിനകത്ത് പറയും. അപ്പൊ ഇങ്ങനെ സർജിക്കൽ ടൂളുകൾ പ്രവർത്തിപ്പിക്കാനും നമുക്ക് ഈ കംപ്രസ്ഡ് എയർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയുള്ള പവറിംഗ് ഓഫ് സർജിക്കൽ ടൂൾ എന്ന് വെച്ചാൽ എന്താ? ആ സർജിക്കൽ ടൂളുകൾ ആ എയർ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ളത് കേട്ടോ. പവർ ദ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അതാണ് പവറിംഗ് ഓഫ് കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പവർ ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, പവർ ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ലബോറട്ടറി വർക്ക്, മെഡിക്കൽ ആയിട്ട്. രണ്ട് കാര്യം നമ്മൾ പറഞ്ഞത്, മെഡിക്കൽ ആയിട്ടും നോൺ മെഡിക്കൽ പർപ്പസിനും കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നുണ്ട്. മെഡിക്കൽ ആയിട്ട് ഏതിനാണ്? ലബോറട്ടറി വർക്ക്, ഇൻഹലേഷൻ തെറാപ്പി ആൻഡ് പവറിംഗ് ഓഫ് സർജിക്കൽ ടൂൾ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ചോദിക്കാം വിച്ച് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ പർപ്പസസ്. രണ്ടിനും ഉപയോഗിക്കുന്ന, മെഡിക്കൽ ആയിട്ടും നോൺ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് കംപ്രസ്ഡ് എയർ. മെഡിക്കൽ ആയിട്ടുള്ളത് ഏതൊക്കെയാ? ലബോറട്ടറി വർക്കിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇൻഹലേഷൻ തെറാപ്പി, ശ്വസന സംബന്ധമായിട്ടുള്ള തെറാപ്പി, സർജിക്കൽ ടൂളുകൾ പ്രവർത്തിപ്പിക്കാനും ഒക്കെ പവർ ചെയ്യാനും ഒക്കെ ഈ കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ലൈൻ അതിനകത്തൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇനി അപ്പൊ അത്രയും ഗ്യാസുകളാണ് പറഞ്ഞത്, ഈ ഗ്യാസുകൾ. അപ്പൊ ഇതിനകത്ത് നമ്മള് ഏതാണ് നൈട്രസ് ഓക്സൈഡ് ലൈറ്റ് ബ്ലൂ, അവിടെ വരെയാണ് നമുക്ക് അതിന്റെ നമ്മള് കളർ കോഡ് പറഞ്ഞത്. ഓക്കെ, അത്രേന്റെ കളർ കോഡുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് ഇത് കഴിയുമ്പോൾ ടേബിളിലുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് നോക്കാം. വാക്വത്തിന്റെ നമ്മൾ എഴുതി അല്ലെ, യെല്ലോ എന്ന് എഴുതി. വാക്വം യെല്ലോ കളറാണ് വാക്വത്തിന്. ഓക്കെ, അപ്പൊ 7 ഗ്യാസുകൾ പറഞ്ഞു. മെഡിക്കൽ എയർ പറഞ്ഞു, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, നൈട്രസ് ഓക്സൈഡ്, വാക്വം, കംപ്രസ്ഡ് എയർ.
മെഡിക്കൽ എയർ വൈറ്റ് ആൻഡ് ബ്ലാക്ക്, ഓക്സിജൻ വൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രേ ആണ് കളർ കോഡ്, നൈട്രജൻ ബ്ലാക്ക് കളർ, നൈട്രസ് ഓക്സൈഡ് ലൈറ്റ് ബ്ലൂ, ദെൻ വാക്വം യെല്ലോ കളർ. ഓക്കെ, ഇനി അടുത്തത് നമ്മള് ഇതിന്റെ സിസ്റ്റം കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം. ഇതിന്റെ ഭാഗങ്ങള്, കമ്പോണൻസ്, ഘടകങ്ങള് എന്തൊക്കെയാണ്? സിസ്റ്റം കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം. അപ്പൊ എങ്ങനെയാണ് അത് ശരിക്കും അതിന്റെ ഘടകങ്ങള്, എന്തൊക്കെ കാര്യങ്ങളാണ് പൈപ്പ് ലൈനിൽ നമ്മൾ ഇതിന്റെ, ഇപ്പൊ നമുക്കത് ഓരോ, നമ്മൾ പറഞ്ഞില്ലേ, ഓരോ പേഷ്യന്റിന്റെ ഒക്കെ ബെഡ് സൈഡിലേക്ക് നമുക്ക് എത്തണം. അത് പൈപ്പിൽ കൂടെയാണ് ഈ ഗ്യാസുകൾ വരുന്നതെന്ന് പറഞ്ഞു. അതിന്റെ ഘടകങ്ങൾ ഏത്, സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്, ഭാഗങ്ങള് അല്ലെങ്കിൽ അതിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് നോക്കി, സോഴ്സ് ഓഫ് സപ്ലൈ. സോഴ്സ് ഓഫ് സപ്ലൈ, സോഴ്സ് ഉണ്ട്, ഇത് വരുന്ന ഒരു ഉറവിടം, സോഴ്സ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് ആണ്. പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്തിനാ പൈപ്പിംഗ്, എന്തിനാ പൈപ്പ്? നമ്മുടെ വീട്ടിലില്ലേ പൈപ്പില്ലേ, എന്തിനാ? വെള്ളം നമുക്ക് അടുത്തായിട്ട് എത്താനല്ലേ. ഒരു ടാങ്ക് ഉണ്ട്, സോഴ്സ് എന്ന് പറഞ്ഞ ടാങ്ക് എന്ന് വിചാരിക്കുക. ആ ടാങ്കിൽ നിന്ന് വെള്ളം നേരെ നമ്മുടെ അടുത്തേക്ക് എത്തണത് ഏതിൽ കൂടിയാ? ഏതിൽ കൂടി എത്തണേ? മോളിൽ കിടക്കുന്ന ടാങ്കിലെ വെള്ളം നമ്മുടെ അടുക്കളയിലേക്ക് എത്തണം, വാഷിംഗ് ബേസിനിലേക്ക് എത്തണം, പൈപ്പിൽ കൂടെ അല്ലെ. അപ്പൊ ഈ ഗ്യാസ് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കും വിതരണം ചെയ്യാനായിട്ടുള്ളതാണ് പൈപ്പിംഗ് നെറ്റ്വർക്ക്. ബ്രാക്കറ്റിൽ നോക്കിയേ, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, വിതരണം ചെയ്യാൻ ഓരോ ഭാഗങ്ങളിലേക്കും, ഓരോ റൂമുകളിലേക്കും, ഓരോ സ്ഥലങ്ങളിലേക്കും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്, പൈപ്പിംഗ് നെറ്റ്വർക്ക്. നമ്മുടെ വീട്ടിലെ പൈപ്പിന്റെ കാര്യം ഓർത്താൽ മതി. ടാങ്കിൽ കിടക്കുന്ന വെള്ളം നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത് പൈപ്പിൽ കൂടിയാണ്, പൈപ്പിംഗ് നെറ്റ്വർക്ക്. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. അടുത്ത് നോക്കിയ വാൽവ് ടു കൺട്രോൾ മെത്തേഡ്. കൺട്രോൾ ചെയ്യാനായിട്ട് വാൽവുകൾ ഉണ്ട്. നമ്മുടെ വീട്ടിലില്ലേ വാൽവ് ഇല്ലേ? അല്ലെ, പിള്ളേരൊക്കെ ടാപ്പൊക്കെ തുറന്ന് വെറുതെ വെള്ളത്തിൽ കളിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ വാൽവ് അവിടെ ക്ലോസ് ചെയ്തിടും. ചെയ്യാറില്ലേ? കുഞ്ഞു പിള്ളേരുള്ളവര് ടാപ്പിൽ കളിച്ചു വേണമെങ്കിൽ ഒരു ടാങ്കിലെ വെള്ളം മുഴുവൻ തീർക്കും. അപ്പൊ നമ്മൾ പോയി എന്ത് ചെയ്യും, വേഗം തന്നെ ആ വാൽവ് ക്ലോസ് ചെയ്തിടും ഇല്ലേ? പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആവശ്യത്തിന് വീണ്ടും വാൽവ് തുറക്കും. അതുപോലെ തന്നെ അപ്പൊ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടാണ് വാൽവുകൾ ഉള്ളത്. ഓക്കെ, ഇനി വാണിംഗ് ആൻഡ് അലാറം സിസ്റ്റം. ഇനി അതിനെ മോണിറ്റർ ചെയ്യാനായിട്ട് വാണിംഗ് സിസ്റ്റം ഉണ്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വാൺ ചെയ്യിക്കാനായിട്ട്, നമ്മൾ എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും അലാറം എന്തെങ്കിലുമൊക്കെ നമ്മളെ മുന്നറിയിപ്പ് തരാനായിട്ട്, മോണിറ്റർ ചെയ്യാനായിട്ട് വാണിംഗ് അലാറം സിസ്റ്റം ഉണ്ട്. താഴെ ഓരോന്നും ഡീറ്റെയിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത് നോക്കിയേ, ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്. അത് ഗ്യാസ് സപ്ലൈ ചെയ്യാനായിട്ട് ഔട്ട്ലെറ്റുകളും ഇൻലെറ്റുകളും ഉണ്ട്. ഡീറ്റെയിൽ അന്നേരം പറയാം കേട്ടോ. ഗ്യാസ് സപ്ലൈ ചെയ്യാനായിട്ട് ഏതാണ്? ഔട്ട്ലെറ്റ്, ഇൻലെറ്റ്. ഓക്കെ, ഔട്ട്ലെറ്റും ഇൻലെറ്റും ഉണ്ട്. പിന്നെ സെക്കൻഡറി എക്യുപ്മെന്റ്. ഇതിന് പുറമെ കുറച്ച് കാര്യങ്ങൾ കൂടി, അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അതിനെ നമ്മൾ സെക്കൻഡറി എക്യുപ്മെന്റ്സ് എന്ന് പറയാം. ഓക്കെ, ഇതിൽ ഉൾപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ, അത് സെക്കൻഡറി എക്യുപ്മെന്റ്സ്. അപ്പൊ ഇത്രയാണ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ്. ഏതൊക്കെയാണ്? സോഴ്സ് ഉണ്ട്, പിന്നെ പൈപ്പിംഗ് നെറ്റ്വർക്ക് ഉണ്ട്, വാൽവ് കൺട്രോൾ ചെയ്യാൻ വാൽവ് ഉണ്ട്, മോണിറ്റർ ചെയ്യാനുണ്ട്, വാണിംഗ് ആൻഡ് അലാറം സിസ്റ്റം ഉണ്ട്, പിന്നെ നമുക്ക് ഔട്ട്ലെറ്റ്, ഗ്യാസ് സപ്ലൈ ചെയ്യാനായിട്ട് ഔട്ട്ലെറ്റും ഇൻലെറ്റും ഉണ്ട്. പിന്നെ അത് കൂടാതെ കുറച്ച് എക്സ്ട്രാ വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെയൊക്കെ നമുക്ക് സെക്കൻഡറി എക്യുപ്മെന്റ്സിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഇനി നോക്കി ഓരോന്നും ഡീറ്റെയിൽ പറയാം. ഫസ്റ്റ് ആണ് സോഴ്സ് എന്ന് പറയുന്നത്. സോഴ്സസ് ആർ റിസർവ്സ്. റിസർവ് എന്ന് പറഞ്ഞാൽ ഒരു കരുതൽ ശേഖരം. അത് സംഭരിച്ചു വെക്കുന്നത്, നമ്മുടെ വീട്ടിൽ വെള്ളം സംഭരിച്ചു വെക്കുന്ന എവിടെയാ? ടാങ്കില് അല്ലെ. അപ്പൊ അതാണ് സോഴ്സ് എന്ന് പറയുന്നത്. ടാങ്കാണ് സോഴ്സ് എന്ന് പറയുന്നത്. അതൊരു കരുതൽ ശേഖരം, ഇതിന്റെ ഉറവിടം, അത് സോഴ്സ്. Sources are reserves that generate the flow of medical gas through piping network like manifold system. താഴെ പറയുന്നുണ്ട് കേട്ടോ, എന്താണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. നോക്കിയേ, മാനിഫോൾഡ് സിസ്റ്റങ്ങൾ പോലുള്ള ഒരു പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെ മെഡിക്കൽ ഗ്യാസിന്റെ ഒരു ഫ്ലോ സൃഷ്ടിക്കുന്ന ഒരു റിസർവുകളാണ് സോഴ്സസ് എന്ന് പറയുന്നത്. കൂടി നോക്കി എന്താ പറഞ്ഞേക്കുന്നത്? സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാങ്കിനെ മനസ്സിൽ വെക്കുക കേട്ടോ. അതാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്.
അതായത് എന്താ പറഞ്ഞേക്കുന്നത്, ഒരു മാനിഫോൾഡ് സിസ്റ്റങ്ങൾ പോലുള്ള ഒരു പൈപ്പിംഗ് നെറ്റ്വർക്ക്, പൈപ്പുകൾ, പല പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെ ആ മെഡിക്കൽ ഗ്യാസിന്റെ ഫ്ലോ സൃഷ്ടിക്കുന്ന റിസർവുകളാണ് സോഴ്സസ്. നമ്മൾ വെറുതെ ടാപ്പ് തുറന്ന വെള്ളം വരില്ല, ടാങ്കിൽ ഓൾറെഡി വെള്ളം വേണം അല്ലെ, ടാങ്ക് നിറഞ്ഞിരിക്കണം, ടാങ്കിൽ ഒരു പൈപ്പ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്, എങ്കിൽ മാത്രമാണ് നമുക്ക് പൈപ്പിൽ കൂടെ നമുക്ക് വെള്ളം കിട്ടുള്ളൂ. അപ്പൊ ആ സാധനം, ആ വെള്ളം തരുന്ന ഒരു ഉറവിടം എന്ന് പറഞ്ഞ എന്താ, സോഴ്സ് എന്ന് പറഞ്ഞ ടാങ്കാണ്. അതുപോലെ ഇപ്പൊ മെഡിക്കൽ ഗ്യാസ് ഇങ്ങനെ വരണ്ടേ, അപ്പൊ ആ സംഭവം എവിടെയെങ്കിലും ഇരിക്കണ്ടേ, എവിടെന്നെങ്കിലും ഒരു വലിയൊരു സംഭവത്തിൽ നിന്നല്ലേ ഈ പൈപ്പിൽ കൂടെ ഇങ്ങനെ വന്നത്. അത് തന്നെ, അതാണ് പറയുന്നത് ഈ സോഴ്സ് എന്ന് പറയുന്നത് ഒരു കരുതൽ ശേഖരമാണ്. അത് ഗ്യാസ് സംഭരിച്ചു വെക്കുന്ന ഒരു ഇത് ഇതാണ് സോഴ്സസ്. സോഴ്സസ് ആർ റിസർവ്സ് ദാറ്റ് ജനറേറ്റ് ദ ഫ്ലോ ഓഫ് മെഡിക്കൽ ഗ്യാസസ് ത്രൂ പൈപ്പിംഗ് നെറ്റ്വർക്ക് ലൈക്ക് മാനിഫോൾഡ് സിസ്റ്റം. മാനിഫോൾഡ് സിസ്റ്റങ്ങൾ പോലുള്ള പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെ ഒരു മെഡിക്കൽ ഗ്യാസിന്റെ ഫ്ലോ അത് സൃഷ്ടിക്കുന്ന ഒരു കരുതൽ ശേഖരം, റിസർവുകളാണ് സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ അന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേനെ കേട്ടോ. അവിടെ ഡാഷ് തന്നെ ഇട്ട് ചോദിക്കാം ക്വസ്റ്റ്യൻ. ഡാഷ് ആർ റിസർവ്സ്. റിസർവ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഏതാ സോഴ്സ് ആണ്. ഇതിന് ബാക്കിയൊക്കെ നോക്കേണ്ട ആവശ്യമില്ല. റിസർവ്സ് ദാറ്റ് ജനറേറ്റ് ദ ഫ്ലോ ഓഫ് മെഡിക്കൽ ഗ്യാസ് ത്രൂ പൈപ്പിംഗ് നെറ്റ്വർക്ക്. അത്രയും നിങ്ങൾക്ക് ചോദിക്കാം. അവിടെ ഡാഷ് ഇട്ട് തന്നെ ചോദിക്കാം. അപ്പൊ ഏതാ ആൻസർ എഴുതാം, സോഴ്സസ് എന്ന് എഴുതാം. എക്സാമ്പിൾ തരും, സോഴ്സസ് തരും, വാൽവ് തരും, ഔട്ട്ലെറ്റ്, ഇൻലെറ്റ്, വാണിംഗ് സിസ്റ്റം, ഇതൊക്കെ ഓപ്ഷൻസ് അവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും. 4 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഒരെണ്ണം മാത്രമായിരിക്കും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാ, സോഴ്സസ് അല്ലെ. റിസർവ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സംഭരിച്ചു വെക്കുന്ന ഒരു ഗ്യാസുകളൊക്കെ സംഭരിച്ചു വെക്കുന്ന ഒരു കരുതൽ ശേഖരമാണ് സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിച്ച് താഴെ ഉണ്ട് ഒരു പീരീഡ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, മാനിഫോൾഡ് സിസ്റ്റം. മാനിഫോൾഡ് സിസ്റ്റം, മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് യൂട്യൂബിൽ എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കട്ടോ. മാനിഫോൾഡ് സിസ്റ്റം ഒന്ന് അടിച്ചു കൊടുത്തോ, അപ്പൊ അതിന്റെ പിക്ചർ കിട്ടും. ഇത്രയുള്ള സംഭവം നോക്കിയേ. ഇറ്റ് കണ്ടെയ്ൻ ഹൈ പ്രഷർ സിലിണ്ടർ ഓർ 2 bags. 2 വശങ്ങളുണ്ട്. കുറെ സിലിണ്ടറുകള്, നമ്മളിപ്പോ ഒരു 4-5 സിലിണ്ടറുകള്, കുറെ 5-10 സിലിണ്ടറുകളൊക്കെ 2 വശങ്ങളിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 bags, 2 വശങ്ങളിലായിട്ട് ഈ അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. പൈപ്പുകള്, വാൽവുകള്, മറ്റുള്ള കമ്പോണൻസ് ഒക്കെ ഉണ്ട്. അത് ഈ നമ്മൾ ഓരോ പേഷ്യന്റിന്റെ അടുത്തേക്കും നമുക്ക് ഈ മെഡിക്കൽ ഗ്യാസ് സപ്ലൈ ചെയ്യാനായിട്ട്, ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്ക് നമ്മുടെ മെഡിക്കൽ ഗ്യാസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ, ഇത്രയും മനസ്സിലാക്കി വെക്കേണ്ട കുറെ സിലിണ്ടറുകൾ, അത് 2 വശങ്ങളിലായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻ ഹൈ പ്രഷർ സിലിണ്ടർ ഓൺ 2 bags. 2 വശങ്ങളിലായിട്ടാണ് അത് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ഓൺ 2 bags. One is backup to another. അത് ഒന്ന് മറ്റൊന്നിലേക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചിരിക്കുന്നു. അതായത് എന്താ പറഞ്ഞേക്കുന്നേ, അപ്പൊ നമ്മൾ ഒരു വശത്തുനിന്ന് നമുക്ക് ഇങ്ങനെ ഗ്യാസുകൾ ഇങ്ങനെ കൊടുക്കാം, ഗ്യാസ് ഇങ്ങനെ ആയിട്ട് കൊടുക്കാം. അപ്പൊ അതിങ്ങനെ തീർന്ന് വരുന്ന അതിന്റെ അനുസരിച്ച് നമുക്ക് അപ്പുറത്തെ വശത്തുനിന്ന് പിന്നെ അത് കൊടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് റീഫില്ല് ചെയ്യാം അവിടെ, അങ്ങനത്തെ ഒരു സംഭവം. ഓക്കെ, 2 വശങ്ങളുണ്ട്, അത് ഒന്ന് മറ്റൊന്നിലേക്ക് തിരിച്ചിരിക്കുന്നു. അതിനോട് ചേർന്ന് എന്തൊക്കെയുണ്ട്, ബിസൈഡ്, അതിന്റെ അരികിലായിട്ട് കൺട്രോൾ പാനൽ ഉണ്ട്. അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കൺട്രോൾ പാനൽ ഈസ് ഇൻസ്റ്റാൾഡ് ഫോർ പ്രൈമറി ആൻഡ് സെക്കൻഡറി റെഗുലേറ്റേഴ്സ്. അതിനെ നിയന്ത്രിക്കാനായിട്ടോ, കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന സംഭവങ്ങള്. അപ്പൊ അതുപോലെ തന്നെ ഫോർ പ്രൈമറി ആൻഡ് സെക്കൻഡറി റെഗുലേറ്റേഴ്സ്, പിന്നെ പ്രഷർ റെഗുലേറ്റർ, വാർണിംഗ് ലാമ്പുകൾ, ഇങ്ങനെ ഇതെല്ലാം ഉള്ള ഒരു സംഭവമാണ് ഈ മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈസ് എ സിസ്റ്റം ഓഫ് പൈപ്പിംഗ്, വാൽവ്സ് ആൻഡ് അതർ കമ്പോണൻസ് that supply medical gas to the healthcare facility. ഇത് എന്തിനാ അങ്ങനെ ശരിക്കും ഈ മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്? ഇത് എന്ത് ഉറപ്പുവരുത്തുന്നു? റൈറ്റ് എമൗണ്ട് ഓഫ് ഗ്യാസസ്
is delivered to the right place at a right time. ശരിയായ പ്ലേസ് സ്ഥലത്ത് ശരിയായ സമയത്ത് ശരിയായ അളവില് ഗ്യാസ് ഡെലിവർ ചെയ്യുക. അതാണ് ഈ മാനിഫോൾഡ് സിസ്റ്റം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തുന്നത്. നമുക്ക് തോന്നിയ പോലെ നമുക്ക് കൊടുക്കാൻ പറ്റൂല അല്ലെ. അപ്പൊ അത് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് അതിനൊക്കെ ഒരു കൺട്രോൾ പാനൽ ഉണ്ട്. പ്രൈമറി സെക്കൻഡറി പ്രഷർ റെഗുലേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. വാണിംഗ് ലാമ്പുകൾ ഉണ്ട്. അതനുസരിച്ച് കൺട്രോൾ ചെയ്തിട്ട് ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് ഗ്യാസ്, ഈ മെഡിക്കൽ ഗ്യാസുകൾ ഡെലിവർ ചെയ്യുക എന്നുള്ളത് ശരിയായ അളവില് ഗ്യാസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇതാണ് ഇത് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, മാനിഫോൾഡ് സിസ്റ്റം. ഇതിനോട് ചേർന്ന് അരികിലായിട്ട് കൺട്രോൾ പാനൽ ഉണ്ട്. ഫോർ പ്രൈമറി സെക്കൻഡറി റെഗുലേറ്റേഴ്സ്, പ്രഷർ റെഗുലേറ്റർ, വാണിംഗ് ലാമ്പുകൾ, ഇതൊക്കെ ഉള്ള ഒരു കൺട്രോൾ പാനൽ, അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കൺട്രോൾ പാനൽ ഉണ്ട്. അപ്പൊ ഒരു വശത്ത് നിന്ന് ഇങ്ങനെ ഗ്യാസുകൾ എടുത്തു പോകുന്നു. എന്നിട്ട് അപ്പൊ അത് അത് കഴിയുമ്പോഴേക്കും ആ വശത്ത് കഴിയുമ്പോഴേക്കും അപ്പുറത്തെ വശത്ത് രണ്ടാമത്തെ വശത്ത് അതിന്റെ നെക്സ്റ്റ് അത് രണ്ടും ഒന്ന് മറ്റൊന്നും തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പുറത്തെ വശത്ത് വരും. അപ്പൊ ഇവിടെ നിന്ന് തീരണേന്റെ അനുസരിച്ച് എന്ത് ചെയ്യുന്നു, നമ്മുടെ അപ്രവശത്ത് തീരണേന്റെ അനുസരിച്ച് ഇങ്ങനെ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെയാണ് പൈപ്പിംഗ് നെറ്റ്വർക്ക്, പൈപ്പുകള്. ഇനി ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ. അപ്പൊ ഒരു വലിയൊരു ഇതുണ്ട്, മാനിഫോൾഡ് സിസ്റ്റം ഉണ്ട്. അതിൽ നിന്നും പിന്നെ എന്താണ് പൈപ്പിംഗ് നെറ്റ്വർക്ക്. പൈപ്പിലൂടെ ഈ ഗ്യാസ് വല്ല medical gases and vacuum are distributed through the piping distribution system to provide the gas or vacuum at the end point or terminal units. അതായത് എങ്ങോട്ടാണ് ആവശ്യം, എൻഡ് പോയിന്റ്, അത് എവിടേക്കാ കൊടുക്കണ്ടേ, അവിടെ വരെയും നമ്മൾ ഇവിടുന്ന് എത്തണ്ടേ. ഈ മാനിഫോൾഡ് സിസ്റ്റത്തിൽ നിന്ന് ഗ്യാസ് എത്തണ്ടേ. ഐസിയിലാണ് അല്ലെങ്കിൽ വെന്റിലേറ്ററിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പൊ വെന്റിലേറ്റർ ആണ് അവിടെ എൻഡ് പോയിന്റ് അല്ലെങ്കിൽ ടെർമിനൽ പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ വരെയും എത്തണ്ടേ. മാനിഫോൾഡ് സിസ്റ്റത്തിൽ നിന്ന് ഗ്യാസുകൾ എന്താ നമ്മൾ ആ ഒരു എവിടെയാണോ എൻഡ് പോയിന്റ് അത് എവിടേക്കാ വേണ്ടേ അവിടെ വരെ എത്തുന്നത് ഏതിൽ കൂടിയാണ്, പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെയാണ്. നമ്മുടെ വീട്ടിലെ പൈപ്പ് ഓർത്താൽ മതി, പൈപ്പിലൂടെയും വരുന്നത്. മെഡിക്കൽ ഗ്യാസുകളും വാക്വവും നമ്മൾ പഠിച്ചില്ലേ, വാക്വവും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പൈപ്പിംഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പൈപ്പ് ലൈൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ്. ടു പ്രൊവൈഡ് ദ ഗ്യാസ് ഓർ വാക്വം അറ്റ് എൻഡ് പോയിന്റ് ഓഫ് ടെർമിനൽ യൂണിറ്റ്. അതിന്റെ അവസാനം എത്തണ്ടേ, നമ്മുടെ ടാപ്പിന്റെ അവിടെ വരെ വരണ്ടേ. ടാങ്കിന്ന് വെള്ളം നേരെ ടാപ്പിലേക്ക് എത്തണ്ടേ. അത് ഏതിൽ കൂടി വന്നേ, പൈപ്പ് ലൈനിൽ കൂടിയല്ലേ വന്നത്, പൈപ്പിൽ കൂടിയാ വന്നത്. അതുപോലെ തന്നെ ഓക്കെ. ഇനി നോക്കിയേ, the terminal units may be either wall mounted or pendant mounted. ആ ടെർമിനൽ യൂണിറ്റ്സ് എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ഭിത്തിയില് വാൾ മൗണ്ടഡ് ആയിരിക്കും, ഭിത്തിയില് ഘടിപ്പിച്ചിട്ടുള്ള രീതിയിൽ വാളില് ഒട്ടിച്ചു വെച്ചേക്കുന്നത്, അത് ഘടിപ്പിച്ചിട്ടുള്ള രീതിയിലായിരിക്കും. അല്ലെങ്കിൽ ഓർ പെൻഡന്റ് മൗണ്ടഡ്, അതിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന രീതിയിലായിരിക്കും. ഓക്കെ, എൻഡ് പോയിന്റ് അല്ലെങ്കിൽ ടെർമിനൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐദർ വാൾ മൗണ്ടഡ് ഓർ പെൻഡന്റ് മൗണ്ടഡ്. ഇനി നോക്കിയേ, ഹൈ ക്വാളിറ്റി കോപ്പർ, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഇവിടെ, ഹൈ ക്വാളിറ്റി കോപ്പർ ഷുഡ് ബി യൂസ്ഡ് ടു മേക്ക് പൈപ്പ്. ആ പൈപ്പ് ഉണ്ടാക്കാനായിട്ട് ഏതോ ഉപയോഗിക്കുന്നേ, ഹൈ ക്വാളിറ്റി കോപ്പർ ആണ്. ചോദിക്കാട്ടോ, വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ടു മേക്ക് പൈപ്പ്സ് ഇൻ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഏതാണ്, ഏത് മെറ്റൽ അവിടെ ഉപയോഗിക്കുന്ന പൈപ്പ് ഉണ്ടാക്കാൻ? ഏത് മെറ്റൽ ഉപയോഗിക്കുന്നേ, ഏത് മെറ്റലാ, ഏത് മെറ്റൽ ഉപയോഗിക്കുന്നേ, ഏതാ? ആരുമില്ലേ? അത് മെസ്സേജ് ചെയ്തിടാനുള്ള ടൈപ്പാണ്. ഓക്കെ, ടൈമിന്റെ ഇടാം. കോപ്പർ, കോപ്പർ ആണ് കേട്ടോ, COPPER, കോപ്പർ. ഓക്കെ, കോപ്പർ ആണ്, ഹൈ ക്വാളിറ്റിയിലുള്ള കോപ്പർ ആണ് ഈ പൈപ്പുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി എന്തിനാ കോപ്പർ ഉപയോഗിക്കണേന്ന് നോക്കിയേ, മോറോവർ പൈപ്പ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് അഗൈൻസ്റ്റ് ദ ഫിസിക്കൽ ഡാമേജ് ആൻഡ് കൊറോഷൻ and color coded in keeping with the gas content.
Moreover, pipe should be protected against physical damage. എന്തെങ്കിലും ഡാമേജ് ഫിസിക്കൽ ആയിട്ട് എന്തെങ്കിലും ഡാമേജ് പറ്റാതെ ഓർ കൊറോഷൻ എന്ന് വെച്ചാൽ നാശം, അതെന്തെങ്കിലും ഇങ്ങനെ ഗ്യാസ് ഒക്കെ പോകുന്നത് കൊണ്ടൊക്കെ ഈ പൈപ്പിൽ വല്ല നാശം വരാനോ അതിനൊക്കെ അങ്ങനെ ഫിസിക്കൽ ഡാമേജോ ഒക്കെ വരാതിരിക്കാൻ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ഈ കോപ്പർ ആകുമ്പോൾ പെട്ടെന്ന് ചീത്തയാവില്ല. അതുകൊണ്ട് moreover, pipe should be protected against physical damage and corrosion and color coded in keeping with the gas content. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, ആ പൈപ്പിന് എന്തുണ്ട്, കളർ കോഡ് ഉണ്ട്. അതിന്റെ ഉള്ളിൽ ഏത് ഗ്യാസ് ആണോ, വാക്കുമാണോ, മെഡിക്കൽ ഗ്യാസ് ഏതാണോ അതിനനുസരിച്ച് ആ പൈപ്പ് ലൈനില് ആ ഗ്യാസ് കണ്ടന്റ് അനുസരിച്ച് എന്തുണ്ട്, കളർ കോഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ പുറമേന്ന് ഉള്ളില് നമുക്ക് തുറന്നു നോക്കാൻ പറ്റില്ല ഏത് ഗ്യാസ് ആണ് ആ പൈപ്പിന്റെ ഉള്ളില്, ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഗ്യാസ് അതിൽ കൂടെ ഏതാ പോകുന്ന ഗ്യാസ് ഏതാന്ന് അറിയുന്നത് ഏത് വെച്ചിട്ടാ, ആ കളർ കോഡ് വെച്ചിട്ടാണ്. അപ്പൊ ഇപ്പൊ യെല്ലോ നമ്മൾ പറഞ്ഞില്ലേ, യെല്ലോ കളർ ആണെങ്കിൽ ഏതാ, വാക്കുമാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ യെല്ലോ പൈപ്പാണ് അതിൽ കൂടെ പോകണമെങ്കിൽ നമ്മൾ കാണുന്നെങ്കിൽ അത് ഏതാ, വാക്കുമായിരിക്കും. അതിൽ കൂടെ പോകുന്ന വാക്കുമാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ ഓരോ എന്താണ് കളർ ഗ്യാസിന്റെ കണ്ടന്റ് അനുസരിച്ച് കളർ കോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത മൂന്നാമത്തെയാണ് വാൽവുകൾ. വാൽവില്ലേ, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് വാൽവ്. ഓക്കെ, there are two types of valves. രണ്ട് തരത്തിലുള്ള വാൽവുകൾ ഉണ്ട്. ഏതൊക്കെയാ, സോൺ വാൽവ്സ് ആൻഡ് സർവീസ് വാൽവ്സ്. സോൺ വാൽവുകളും സർവീസ് വാൽവുകളും രണ്ട് ടൈപ്പ് വാൽവ് ഉണ്ട്. ഏതൊക്കെയാ, സോൺ വാൽവും ഉണ്ട്, സർവീസ് വാൽവും ഉണ്ട്. അണ്ടർലൈൻ ചെയ്തിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. സോൺ വാൽവ്സ് ആൻഡ് സർവീസ് വാൽവ്സ്, രണ്ട് തരത്തിലുള്ള വാൽവ് ഉണ്ട്. സോൺ വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് ലാർജ് പാർട്ട് ഓഫ് ദ സിസ്റ്റം, that is room for modification and or repair. കണ്ടോ, ഈ സോൺ വാൽവ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഭാഗമില്ലേ, വലിയൊരു ഭാഗത്തിനെ ഒറ്റപ്പെട്ട് നിർത്താൻ, ഐസൊലേറ്റ് ചെയ്യാൻ, ഒരു ഒറ്റപ്പെട്ട ഒരു നമുക്കൊരു വലിയൊരു ഭാഗത്തിന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അങ്ങോട്ടേക്ക് ഗ്യാസ് വേണ്ട, അവിടെ എന്തെങ്കിലും റൂമിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യാണ്, ആ ഒരു സെക്ഷൻ മുഴുവനും മോഡിഫിക്കേഷൻ ചെയ്യാണ്. അപ്പൊ അങ്ങോട്ടേക്കുള്ള ഗ്യാസ് നമ്മൾ ക്ലോസ് ചെയ്യണ്ടേ. അത് അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗത്തേക്കുള്ള ഗ്യാസിനെ ഐസൊലേറ്റ് ചെയ്ത് നിർത്തണം, മാറ്റി നിർത്തണം അല്ലെ. അപ്പൊ അതിന് അത്രയും കണക്ഷൻ നമ്മൾ അങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്, സോൺ വാൽവുകള്. സോൺ വാൽവ്, that is room for modification or repair. ഓക്കെ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ്, ഇലക്ട്രീഷ്യൻ വല്ല മെയിൻ്റെനൻസ് ചെയ്യാൻ ആദ്യം തന്നെ അവര് ഫ്യൂസ് അങ്ങ് ഇതാക്കും, ഫ്യൂസ് ഓഫ് ആക്കൂലേ. ഫ്യൂസ് ഓഫ് ആക്കിയിട്ടല്ലേ വയറ് പ്ലഗ് ഒക്കെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു വലിയ റിപ്പയർ ഡാമേജ് ഒക്കെ ആണെങ്കിൽ ഫ്യൂസ് ഓഫ് ചെയ്തിട്ടാ ചെയ്യുന്നേ. അതുപോലെ തന്നെ അപ്പൊ ഒരു വലിയൊരു ഭാഗത്തെ ഐസൊലേറ്റ് നിർത്തണം, ഒരു സെക്ഷൻ മുഴുവനും. അങ്ങോട്ടേക്കുള്ള പൈപ്പിംഗ് ലൈനിൽ എന്തെങ്കിലും ലീക്ക് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ആ ഭാഗത്തേക്കുള്ള പൈപ്പിന്റെ കണക്ഷൻ നമ്മൾ അങ്ങോട്ടേക്ക് കണക്ഷൻ ക്ലോസ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് സോൺ വാൽവുകൾ ഉപയോഗിക്കുന്നത്. ഇനി നോക്കിയാൽ besides sound valves are installed on corridors, walls and should be labeled to indicate the room they control. അപ്പൊ എന്താ നമ്മൾ അവിടെ മനസ്സിലാക്കണേ, ഈ സോൺ വാൽവ് ഇൻസ്റ്റോൾഡ് ഓൺ കോറിഡോർസ് വാൾ. നമ്മൾ കോറിഡോർസിലാണ്, ഈ വരാന്തയിലൊക്കെ നമ്മൾ സോൺ വാൽവുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷുഡ് ബി ലേബിൾഡ് ടു ഇൻഡിക്കേറ്റ് ഹൂ ദേ ആർ കൺട്രോൾ. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, നമ്മള് എഴുതണം, നമ്മള് ആ റൂം അവരുടെ കൺട്രോളിന്റെ കീഴിലാണ്, അവിടെ റിപ്പയർ നടക്കുകയാണ് എന്നുള്ളത് അവിടെ മനസ്സിലാക്കണം. And they should be labeled, label ചെയ്യണം, to indicate the room that they control. അവരുടെ കൺട്രോളിലാണ് എന്നുള്ളത് ലേബിൾ ചെയ്യണം. അപ്പൊ അതായത് അത് അവരെ നിയന്ത്രിക്കുന്ന ആ മുറി സൂചിപ്പിക്കാനായിട്ട് അവിടെ ലേബിൾ ചെയ്യണം. Furthermore, service valves are used to isolate certain part of the system. ഒരു ചെറിയ ഭാഗം ഐസൊലേറ്റ് ചെയ്യാനാണെങ്കിൽ ഏത് വാൽവ് ഉപയോഗിച്ചാൽ മതി, സർവീസ് വാൽവ് മതി. അപ്പൊ ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ സോൺ വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് ലാർജ് പാർട്ട് ഓഫ് ദ സിസ്റ്റം. ഒരു വലിയ ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്യാനാണ് സോൺ വാൽവ് ഉപയോഗിക്കുന്നത്. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. Salt valves are used to isolate large part of the system. Okay.
large part of the system. ഇനി രണ്ടാമത്തെ നോക്കിയേ, furthermore service valves are used to isolate certain part of the system. ഒരു ചെറിയ ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്ത് നിർത്താനാണ് സർവീസ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. ചെറിയ ഭാഗം. For the modification and repair, ചെറിയ മോഡിഫിക്കേഷനോ റിപ്പയറോ ഒക്കെ ചെയ്യും. ഇപ്പൊ ഒരു റൂം മാത്രമൊക്കെ ആണെങ്കിൽ അങ്ങനെ they are assembled by the clinical staff. അത് ക്ലിനിക്കൽ സ്റ്റാഫിന് തന്നെ അത് കൺട്രോൾ ചെയ്യാം. ഓക്കെ, ക്ലിനിക്കൽ സ്റ്റാഫിന് തന്നെ കൺട്രോൾ ചെയ്യാം. ഇപ്പൊ നമ്മുടെ വീട്ടില് ഏതെങ്കിലും ഒരു മുറിയിൽ ഒരു ചെറിയ കാര്യമാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഇലക്ട്രീഷ്യന്മാർ വന്നിട്ട് ആ മുറിയിലെ ഫ്യൂസ് മാത്രം മാറ്റി വയ്ക്കും. ബാക്കി എല്ലാ മുറിയിലും വെട്ടമുണ്ടാവും, കറണ്ട് ഉണ്ടാവും. ഒരു മുറിയില് മാത്രം മാറ്റി വെക്കൂലേ, ഒരു മുറിയില് ചെറിയൊരു ഡാമേജ് ഉള്ളെങ്കിൽ ആ മുറിയിലേക്കുള്ള ഫ്യൂസ് അവർ മാറ്റി വെക്കും. അങ്ങനെ അപ്പൊ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ചെറിയ ഭാഗം. അതുപോലെ തന്നെ അവിടെ സർവീസ് വാൽവ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഭാഗത്തെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് നിർത്താനാണ്. used to isolate certain part of the system for modification or repair, and therefore they are assembled by the ആർക്ക് നിയന്ത്രിക്കാൻ പറ്റും, ക്ലിനിക്കൽ സ്റ്റാഫിന് അത് നിയന്ത്രിക്കാൻ പറ്റും. ഇനി നാലാമത്തെ നോക്കിയേ, വാർണിംഗ് ആൻഡ് അലാറം സിസ്റ്റം. It is the function of warning and alarm system to give the information of the responsible staff about the whole part in the cases of failure, detection or chance requirement. Okay, എന്തെങ്കിലും ഒരു ഫെയിലിയർ വരികയാണെങ്കിൽ നമ്മൾ ആളുകളെ അറിയിക്കണ്ടേ, ഫെയിലിയർ വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ചേഞ്ച് വരുത്താനോ ഓർ ചേഞ്ച് റിക്വയർമെന്റ് എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തണമെങ്കിലൊക്കെ പ്ലാന്റ് എന്താ പറയാ, അപ്പൊ പ്ലാന്റിനെ കുറിച്ചും അത് ആ ഉത്തരവാദിത്തമുള്ള ജീവനക്കാർക്ക് ഒക്കെ ആ വിവരം നൽകണം. അവര് ഫെയിലിയർ ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം. അപ്പൊ അങ്ങനെ മറ്റുള്ളവരെയൊക്കെ ഇതൊന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാർണിംഗ് അലാറം സംവിധാനങ്ങൾ അത് ആവശ്യമാണെന്നുള്ളത്. അപ്പൊ അവിടെ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടെങ്കിൽ നമുക്ക് പറയാനാണ്, അത് അറിയിക്കാനാണ് വാർണിംഗ് അലാറം സിസ്റ്റംസ് ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കിയേ, രണ്ട് ടൈപ്പിലുള്ള അലാറം സിസ്റ്റം പറയുന്നുണ്ട്, ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. മാസ്റ്റർ അലാറം ആൻഡ് ഏരിയ അലാറം. രണ്ട് തരത്തിലുള്ള അലാറം സിസ്റ്റം. ഏതൊക്കെയാ? മാസ്റ്റർ അലാറോ ഏരിയ അലാറോ. അണ്ടർലൈൻ ചെയ്തിട്ടേ അത്. അപ്പൊ അതിനകത്ത് വാർണിംഗ് ആൻഡ് അലാറം സിസ്റ്റം എന്തിനാ ഉപയോഗിക്കുന്നതെന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ടു ഗീവ് ദ ഇൻഫർമേഷൻ ഫോർ ദ റെസ്പോൺസിബിൾ സ്റ്റാഫ് അബൌട്ട് ദ whole plant in the case of failure, detection or change requirements. എന്തെങ്കിലും ഫെയിലിയർ കണ്ടെത്തുകയോ ചേഞ്ച് മാറ്റം വരുത്തുകയോ ചെയ്യണമെങ്കിൽ മൊത്തം അതിന് ഉത്തരവാദിത്തപ്പെട്ടുള്ള സ്റ്റാഫിനെ ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാർണിംഗ് അലാറം സിസ്റ്റം ഉപയോഗിക്കുന്നത്. രണ്ട് തരത്തിലുള്ള അലാറം സിസ്റ്റം ഉണ്ട്, മാസ്റ്റർ അലാറം ഉണ്ട്, ഏരിയ അലാറം ഉണ്ട്. മാസ്റ്റർ അലാറം മോണിറ്റർ ദ മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് സോഴ്സ് കണ്ടീഷൻ. മാസ്റ്റർ അലാറം എന്തിനു മോണിറ്റർ ചെയ്യാനാ? മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് സോഴ്സ് കണ്ടീഷൻ. മെയിൻ ഗ്യാസ് ലൈനിനെ മോണിറ്റർ ചെയ്യാൻ മാസ്റ്റർ അലാറം. ദെൻ അത് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. Master alarm monitor the main gas line and source condition. Area alarm are found on alarm panel and they function to monitor the condition to specific critical care area. പ്രത്യേക ക്രിട്ടിക്കൽ കെയർ ഏരിയയുടെ അവസ്ഥ നിർണ്ണയിക്കുന്നതിനാണ് ഈ ഏരിയ അലാറം ഉപയോഗിക്കുന്നത്. അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്തിട്ടേ. മാസ്റ്റർ അലാറം മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് സോഴ്സ് കണ്ടീഷൻ മോണിറ്റർ ചെയ്യാൻ. അണ്ടർലൈൻ ചെയ്തോ? മാസ്റ്റർ അലാറം മോണിറ്റർ ദ മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് സോഴ്സ് കണ്ടീഷൻ. ഓക്കെ, ഇനി ഏരിയ അലാറം എന്തിനാ? ടു ഫങ്ഷൻ ടു മോണിറ്റർ ദ കണ്ടീഷൻ ഓഫ് ദ സ്പെസിഫിക് ക്രിട്ടിക്കൽ കെയർ ഏരിയ. ക്രിട്ടിക്കൽ കെയർ ഏരിയയുടെ അവസ്ഥ മോണിറ്റർ ചെയ്യുന്നതിനാണ് ഏരിയ അലാറം ഉപയോഗിക്കുന്നത്. ക്രിട്ടിക്കൽ കെയർ ഏരിയയുടെ സ്പെസിഫിക് ക്രിട്ടിക്കൽ കെയർ ഏരിയയുടെ കണ്ടീഷൻ മോണിറ്റർ ചെയ്യുന്നതിന് ഏരിയ അലാറം ഉപയോഗിക്കും. അതിനകത്ത് എക്സാമിന് ചോദിക്കാം കേട്ടോ. ഡാഷ് അലാറം ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ദ കണ്ടീഷൻ ഓഫ് സ്പെസിഫിക് ക്രിട്ടിക്കൽ കെയർ ഏരിയ. തരും. മാസ്റ്റർ അലാറം, ബി ഓപ്ഷൻ ബി ഏരിയ അലാറം, സിയില് ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദ എബോവ്. അങ്ങനെയായിരിക്കും. അപ്പൊ രണ്ടും മനസ്സിലാക്കി വെക്കാം. മാസ്റ്റർ അലാറം മെയിൻ ഗ്യാസ് ലൈനിലെ സോഴ്സ് ഓഫ് കണ്ടീഷൻ നമ്മൾ ആ കണ്ടീഷൻ നോക്കാനായിട്ട്, ഏരിയ അലാറം എന്തിനാണ്? സ്പെസിഫിക് ക്രിട്ടിക്കൽ കെയർ ഏരിയയുടെ അവസ്ഥ മോണിറ്റർ ചെയ്യുക. ഇനി ഓർമ്മ
രണ്ടെണ്ണം കൂടി ഉള്ളൂ, ഒരെണ്ണം കൂടി പറയാം നമുക്ക്. ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്. ഔട്ട്ലെറ്റുകളും ഇൻലെറ്റുകളും. ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്. ഈ ഔട്ട്ലെറ്റ് are points at which connection can be made to medical gas piping system to supply under pressure, while inlet supply vacuum. എന്താ പറഞ്ഞേക്കണേ? മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റത്തിലേക്ക് കണക്ഷൻ നൽകാവുന്ന പോയിന്റ് ആണ്. അതാണ് മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈനിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കണ്ടേ? നമ്മളിപ്പോ ടാങ്കിന്നാണെങ്കിൽ പൈപ്പിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കണ്ടേ? അങ്ങനെയുള്ള ഒരു പോയിന്റ് ആണ്. മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈനിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന പോയിന്റുകളാണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. Outlets are point of provision of medical gas to patient. മെഡിക്കൽ ഗ്യാസ് ആ ഒരു മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റത്തിലേക്ക് കണക്ഷൻ നൽകാവുന്ന ഒരു പോയിന്റ് ആണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. അവിടെ ഔട്ട്ലെറ്റ് സപ്ലൈ പ്രഷറൈസ്ഡ് ഗ്യാസ്, അതായത് മെഡിക്കൽ ഗ്യാസ് ആണ് സപ്ലൈ ചെയ്യുന്നത്. ടു സപ്ലൈ അണ്ടർ പ്രഷർ. അപ്പൊ അതിൽ നിന്ന് വരുന്നത് ഏതാ? ഈ മെഡിക്കൽ ഗ്യാസ് ആണ് സപ്ലൈ ചെയ്യുന്നത്. ഔട്ട്ലെറ്റുകള് ഒരു പോയിന്റ് ആണെന്ന് വിചാരിക്കുക. കണക്ഷൻ ഈ ഒരു മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റത്തിലേക്ക് കണക്ഷൻ നൽകുന്ന പോയിന്റ് ആണ് ഔട്ട്ലെറ്റ്. അപ്പൊ ഔട്ട്ലെറ്റിൽ നിന്ന് ഏതാ വരുന്നത്? മെഡിക്കൽ ഗ്യാസ് ആണ്. മനസ്സിലാക്കി വെക്കുക. അതിനും കളർ കോഡ് ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഗ്യാസ്, അതിനകത്ത് സപ്ലൈ ചെയ്യുന്ന ഗ്യാസ് ഷുഡ് ബി കളർ കോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇൻലെറ്റ് എന്ന് പറയുന്നത് എന്താ? ഇൻലെറ്റ് എന്ന് പറഞ്ഞാലും എന്താണ്? ഇതുപോലെയുള്ള കണക്ഷൻ നൽകാവുന്ന ഒരു പോയിന്റ് ആണ്. പക്ഷെ അതിൽ നിന്ന് വരുന്നത് വാക്വം ആയിരിക്കും. വാക്വം ഗ്യാസ് ആയിരിക്കും. വാക്വം പൈപ്പ് ലൈനിലേക്കാണ് അത് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ പേഷ്യന്റ് ഏരിയയിലേക്ക് വാക്വം കൊണ്ടുപോകണ്ടേ? അപ്പൊ ആ പൈപ്പ് ലൈനിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന ഒരു പോയിന്റ് ആണ് ഔട്ട്ലെറ്റുകളും ഇൻലെറ്റുകളും. ഓക്കെ, ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ് രണ്ടും എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ആ സിസ്റ്റത്തിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന ഒരു പോയിന്റ്. അത്രയും മനസ്സിലാക്കി വെക്കുക. ആ ഒരു സിസ്റ്റത്തിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന പോയിന്റുകളാണ് ഔട്ട്ലെറ്റും ഇൻലെറ്റും. ഔട്ട്ലെറ്റിൽ ഏതാ വരുന്നേ? To outlet are the point which connect can be made to medical gas. ആണ് മെഡിക്കൽ ഗ്യാസ് ആണ് അതില് സപ്ലൈ ചെയ്യുന്നത്. ദെൻ ഇൻലെറ്റില് വാക്വം ആയിരിക്കും. വാക്വം സപ്ലൈ ചെയ്യും. while an inlet supplies vacuum. ഓക്കെ, ഔട്ട്ലെറ്റും ഇൻലെറ്റും. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോ ഇന്ന് അടുത്ത ക്ലാസ്സിൽ പറയാം. അതും കൂടി ഒരു 2 മിനിറ്റ് മതി, അതങ്ങ് തീരും. അപ്പൊ 6 പോയിന്റ്സ് കഴിയും നമുക്ക്. സെക്കൻഡറി എക്യുപ്മെന്റ് ആണ്. അപ്പൊ ഇതിന് പുറമെ ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, 5 പറഞ്ഞില്ലേ ഇവിടെ? സോഴ്സ് പറഞ്ഞു, പൈപ്പിംഗ് നെറ്റ്വർക്ക് പറഞ്ഞു, വാൽവ് പറഞ്ഞു, വാണിംഗ് അലാറം സിസ്റ്റം പറഞ്ഞു, ഔട്ട്ലെറ്റും ഇൻലെറ്റും പറഞ്ഞു. ഇത് കൂടാതെ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ സെക്കൻഡറി എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ചോദിക്കാം, സെക്കൻഡറി എക്യുപ്മെന്റ്സിൽ വരുന്നത് ഏതാണെന്ന് ചോദിക്കാം. ഹോസസ്, മൊത്തം ഹോസുകള്. പൈപ്പിന്റെ കാര്യമല്ലേ പറഞ്ഞോളൂ നമ്മള്. ഓൾ ഹോസസ്, മൊത്തം ഹോസുകള്. ഗ്യാസ് ഫ്ലോ മീറ്റർ, അത് ഗ്യാസ് ഫ്ലോ മീറ്റർ. ദെൻ ഗേജ് ഒക്കെ മെഷർമെന്റിന് വേണ്ടി, അതിന്റെ എത്രത്തോളം അളവൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഗേജ്. അതുപോലെ ഗ്യാസ് ഫ്ലോ മീറ്റർ, പിന്നെ വാക്വം റെഗുലേറ്റേഴ്സ്. ഇത് എല്ലാം പൈപ്പ് ലൈൻ സിസ്റ്റത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. they are not the part of അത് പൈപ്പ് ലൈൻ സിസ്റ്റത്തിൽ പറയണ്ട നമ്മൾ. പൈപ്പ് ലൈൻ സിസ്റ്റത്തിൽ പറയാത്ത എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണെന്ന് ഓർക്കുക. വാക്വം റെഗുലേറ്റേഴ്സ് ആർ നോട്ട് പാർട്ട് ഓഫ് ദ പൈപ്പ് ലൈൻ സിസ്റ്റം. പൈപ്പ് ലൈൻ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമല്ല. they can contribute greatly to gas and vacuum consumption. പക്ഷെ എന്താ, അത് ഉപഭോഗത്തിന് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതിന് വളരെയധികം കോൺട്രിബ്യൂഷൻ കൊടുക്കണ്ടേ? ഇതും കൂടി ഇല്ലെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആവില്ല. These items should be checked frequently as part of routine inspection procedure. ഇത് എന്ത് ചെയ്യണം? ഇതെല്ലാം ഹോസുകൾ ചെക്ക് ചെയ്യണം, ഗ്യാസ് ഫ്ലോ മീറ്റർ ചെക്ക് ചെയ്യണം, ഗേജ് ചെക്ക് ചെയ്യണം, വാക്വം റെഗുലേറ്റേഴ്സ് ഒക്കെ ആ റുട്ടീൻ ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം? അതെല്ലാം ചെക്ക് ചെയ്യണം.
These items should be checked frequently as part of routine inspection procedure. മൊത്തത്തിലുള്ള ഇൻസ്പെക്ഷൻ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് എന്താ ഇതും കൂടി ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മള് ആ പൈപ്പ് ലൈൻ സിസ്റ്റത്തിന്റെ ഭാഗമല്ലാത്ത കുറച്ച് എന്നാൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണിത്. മൊത്തം ഹോസുകള്, ഗ്യാസ് ഫ്ലോ മീറ്റർ, ഗേജ്, വാക്വം റെഗുലേറ്റേഴ്സ്, ഇതെല്ലാം സെക്കൻഡറി എക്യുപ്മെന്റിൽ വന്നതാണ്. അപ്പൊ അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ സെക്കൻഡറി എക്യുപ്മെന്റ്സ് ഇൻ മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ? ഏതാണ് സെക്കൻഡറി എക്യുപ്മെന്റ് വരുന്നത്? ഏതൊക്കെയാ? ഹോസസ്, ഗ്യാസ് ഫ്ലോ മീറ്റർ, ഗേജ്, വാക്വം റെഗുലേറ്റർ. അതിന്റെ 4 എണ്ണത്തിന്റെ പേര് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? അത് ഉപഭോഗത്തിന് വളരെയധികം സംഭാവന നൽകാൻ പറ്റും. അത് റുട്ടീൻ ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് അത് എന്താണ് ഫ്രീക്വന്റ്ലി ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതും കൂടി എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. നമ്മുടെ കമ്പോണൻസ് 6 എണ്ണം പറഞ്ഞത് ഞാൻ അത്രയും അങ്ങോട്ട് ഫിനിഷ് ചെയ്യാന്ന് വിചാരിച്ചേട്ടോ. കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം, സോഴ്സസ്, പൈപ്പിംഗ് നെറ്റ്വർക്ക്, വാൽവ്, പാനിംഗ് ആൻഡ് അലാറം സിസ്റ്റം, ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്, സെക്കൻഡറി എക്യുപ്മെന്റ്സ്. ഇത്രേ ഉള്ളൂ ആ ഒരു സെക്ഷൻ. ഇവിടെ അത് കഴിഞ്ഞു. ഇനി ബാക്കി എല്ലാം സിമ്പിളാണ്. ഇനി എല്ലാം പോയിന്റ് മാത്രമേ ഉള്ളൂ. നമ്മളിത് കൈകാര്യം ചെയ്യുമ്പോൾ, ലിഫ്റ്റ് ചെയ്യുമ്പോൾ, ഗ്യാസുകൾ വീട്ടിലൊക്കെ നമ്മൾ ഗ്യാസ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കൂലേ, അതുപോലെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ കുറച്ച് ടഫ് പോർഷൻ അങ്ങോട്ട് കഴിഞ്ഞു. ഇനി എല്ലാം സിമ്പിളാണ് കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.